ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇപ്പൊ 2026 ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 11% ഇടിഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാവോ കഴിഞ്ഞ ഒരു വർഷത്തിൽ എത്ര റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം? വെറും 0.19% റിട്ടേൺസ് മാത്രമാണ്. ഇപ്പൊ ഗ്ലോബൽ ടെൻഷൻസ്, ഓയിൽ പ്രൈസിനുള്ള പ്രഷർ, അതുപോലെ അൺസർട്ടനിറ്റി വീണ്ടും ഈ ഒരു സെന്റിമെന്റ്സ് വീക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സ്റ്റോക്സ് ഒക്കെ അവരുടെ തന്നെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. സോ ഇതുപോലെ ഈ ഒരു വീക്ക് മാർക്കറ്റ് സെന്റിമെന്റ്സിലും സ്ട്രോങ് മൊമെന്റും കാണിക്കുന്ന 3 കമ്പനീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2026 ഇതുവരെ അവരുടെ റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനികൾ നമുക്ക് നോക്കിയാലോ? അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള ഫീഡ്ബാക്കും അതുപോലെ ചാനലിനെ പറ്റിയുള്ള ഫീഡ്ബാക്കും താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് വാല്യൂബിൾ ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നിങ്ങളുടെ കമന്റ്സിനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വന്ന് ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അപ്പൊ ഇന്ത്യയിലെ 7th ലാർജസ്റ്റ് ഫാർമ കമ്പനിയാണ്. അപ്പൊ ടോറന്റ് സ്റ്റോക്ക് പെർഫോമൻസ് ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ 2015 മുതൽ 2019 വരെ കൂടുതൽ റേഞ്ച് ബൗണ്ട് ആയിട്ട് നിന്നു. അതുപോലെ ഫെബ്രുവരി 2020 ക്ലിയർ മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് നൽകി. അപ്പൊ ഇവിടെ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ട്രെൻഡ് കാണാം. അപ്പൊ ബ്രേക്ക്ഔട്ടിന് ശേഷം വോളിയം കൂടി, അതായത് പുതിയ പാർട്ടിസിപ്പൻസ് വന്നു. അതിനുശേഷം സ്റ്റോക്ക് ഒരു പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്തു. ആദ്യം കൺസോൾട്ടേഷൻ, പിന്നെ ബ്രേക്ക്ഔട്ട്, അതിനുശേഷം സ്ട്രോങ് റാലി, പിന്നെ ഇത് റിപ്പീറ്റ്. അപ്പം ഇതുപോലുള്ള ട്രെൻഡ് റൈഡ് ചെയ്യാൻ വേണ്ടി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത് നല്ല എഫക്റ്റീവ് ആണ്. ഇപ്പം 3500 ലെവലിൽ റീടെസ്റ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ നോക്കാൻ. അപ്പൊ ഇതിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ അപ് ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. ഇനി നമുക്ക് കമ്പനിയുടെ ബിസിനസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ കമ്പനി കാർഡിയോ, ഗാസ്ട്രോ ഇൻഡസ്ട്രീനൽ, സെൻട്രൽ നെർവസ് സിസ്റ്റം, അതുപോലെ കോസ്മോ ഡെർമ പോലത്തെ സെഗ്മെന്റ്സിൽ ടോപ്പ് പ്ലെയറിലോ ആയിട്ട് ഒന്നാണ്. അപ്പൊ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫാർമ ബിസിനസ് 2 രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ജനറിക്സ്, അതുപോലെ ബ്രാൻഡഡ് ജനറിക്സ്. അപ്പൊ ജനറിക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനി കണ്ടെത്തിയ മെഡിസിൻസിന്റെ പേറ്റന്റ് എക്സ്പയർ ആയി കഴിയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും അതേ വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കഴിയുന്നതാണ്. അപ്പൊ ഈ മെഡിസിൻസിനെയാണ് നമ്മൾ ജനറിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനിയിപ്പം ബ്രാൻഡഡ് ജനറിക്സ് എന്ന് പറഞ്ഞാൽ അതേ മെഡിസിൻസ് ആണ്, പക്ഷെ ഒരു ബ്രാൻഡ് നെയിമിലാണ് ഇവിടെ വിൽക്കുന്നത്. ഇപ്പൊ ഡോളോ പോലെ. സോ എന്താണ് ഇവിടെ ടോറന്റ് ഗെയിം? ഇന്ത്യ അതുപോലെ ബ്രസീലില് അവരുടെ ബ്രാൻഡഡ് ജനറിക്സ് വിൽക്കും. അതുപോലെ US അതുപോലെ ജർമ്മനി പോലത്തെ മാർക്കറ്റിൽ പ്ലെയിൻ ജനറിക്സ് വിൽക്കും. Q3 FY26 പ്രകാരം 75% റവന്യൂ ബ്രാൻഡഡ് എന്നാണ് വരുന്നത്. അതേസമയത്ത് 25% ജനറിക് സെഗ്മെന്റിലാണ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ജോഗ്രഫി വൈസ് നോക്കുവാണെങ്കിൽ ബിസിനസ് അത്യാവശ്യം ഡൈവേഴ്സിഫൈഡ് ആണ്. 55% ഇന്ത്യയിൽ നിന്നും, 10% ബ്രസീലിൽ നിന്ന്, 10% ജർമ്മനി, 10% US, അതുപോലെ ബാക്കി 15% ലോകത്തെ ബാക്കി പോർഷനിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയൊരു നീക്കമായിരുന്നു JB കെമിക്കൽസിന്റെ അക്വിസിഷൻ. അപ്പൊ ഈ ഒരു അക്വിസിഷനോടെ CDMOയിലുള്ള കമ്പനിയുടെ പ്രസൻസ് സ്ട്രോങ് ആവും. ജാനുവരി 2026 കൺട്രോൾ എടുക്കാനായിട്ട് ടോറന്റ് 46.39% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. അതിൽ ടോട്ടൽ അറൌണ്ട് 48% എത്തി. അപ്പൊ മാനേജ്മെന്റ് പ്ലാൻ ഇവിടെ സിമ്പിൾ ആണ്. ആദ്യം കൺട്രോൾ, പിന്നെ മെർജ്, അതിനുശേഷം സിനർജി. അപ്പം ഇവിടെ R&D ഇഗ്നോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. കമ്പനിയുടെ R&D സ്പെൻഡ് എന്ന് പറയുന്നത് റവന്യൂന്റെ ഏകദേശം 5%. എന്നാൽ ഈ റേഷ്യോ എല്ലാ വർഷവും പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലെ ട്രെൻഡ് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പൊ നമുക്കതൊന്ന് മനസ്സിലാക്കാം. 2014 ഫൈനാൻഷ്യലില് കമ്പനിയുടെ സെയിൽസ് 4000 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യലില് 11,500 കോടിയിലധികമായിട്ട് കൂടി. അതായത് ഏകദേശം 3 ഇരട്ടി ഗ്രോത്ത്. അപ്പൊ മാർജിൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. മുമ്പ് 22 മുതൽ 23% റേഞ്ചിലായിരുന്നു. അതിപ്പോ 32 മുതൽ 33% റേഞ്ചിലേക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതെ, 2016 മാർജിൻ നല്ലപോലെ കയറിയായിരുന്നു, 41% വരെ എത്തി. അപ്പൊ ഇതിന് മെയിൻ കാരണം പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുള്ള എക്സെപ്ഷണൽ ഗെയിനും അതുപോലെ US മാർക്കറ്റിൽ ലോ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കൂടി. 2014 ഫൈനാൻഷ്യലിൽ നെറ്റ് പ്രോഫിറ്റ് 664 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യൽ ആയപ്പോഴേക്കും 1911 കോടിയായിട്ട് ഇത് കൂടി. അതായത് ഏകദേശം 2.8x. അപ്പൊ കഴിഞ്ഞ 10 വർഷത്തിൽ കൺസിസ്റ്റന്റ്ലി പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് പൊസിഷൻ സ്ട്രോങ് ആയിട്ട് നിന്നു. ഇനി നമുക്ക് ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കാം. ഇപ്പൊ Q3 FY26 കമ്പനിയുടെ സെയിൽസ് 18% കൂടി 3303 കോടിയായി. അപ്പൊ ഈ ഒരു ഗ്രോത്തിന്റെ മെയിൻ കാരണം ഇന്ത്യയും ബ്രസീലും ആയിരുന്നു. രണ്ടും കൂടി റവന്യൂലേക്ക് 75% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ബിസിനസ് 14% വളർന്നു, അതിൽ ബ്രസീൽ 27%. എബിറ്റ് 19% വളർന്ന് 1088 കോടിയായി. അതിൽ മാർജിൻ 33% സ്റ്റേബിൾ ആയിട്ട് നിന്നു. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. US മാർക്കറ്റില് കമ്പനി ലക്ഷ്യം വെക്കുന്ന ആനുവൽ റവന്യൂല് $200 ബില്യൺ മറികടക്കാനാണ്. അതായത് ഏകദേശം 1800 കോടി. അപ്പൊ ഇതിനായിട്ട് അവർ എല്ലാ വർഷവും 5 മുതൽ 7 പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ JB ഫാർമ അക്വിസിഷൻ എന്ന അടുത്ത 2-3 വർഷത്തില് മാനേജ്മെന്റ് 400 മുതൽ 450 കോടിയുടെ കോസ്റ്റ് സിനർജി ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്കും കൂടി മനസ്സിലാക്കേണ്ടത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇപ്പൊ ജർമ്മനിയിൽ സപ്ലൈസിനായിട്ടുള്ള റെഗുലേറ്ററി ഇഷ്യൂസ് കാരണം സപ്ലൈനെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് സെറ്റപ്പിനായിട്ട് ഒരു 3-4 ക്വാർട്ടർ എന്തായാലും ഇവിടെ എടുക്കും. അപ്പൊ ഈ ഒരു പ്രശ്നം എന്തായാലും ഒരു ബിസിനസ് റിസ്ക് ആയിട്ട് ഇവിടെ തന്നെ തുടരും. ഇനി നമ്മൾ വാല്യൂഷൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിലവിൽ P62 ആണ്, അതുപോലെ PG അറൌണ്ട് 3. അപ്പൊ ഇത് ഗ്രോത്ത് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വന്ന് അക്യുറ്റാസ് കെമിക്കൽസ് ആണ്. അപ്പൊ 3 വർഷത്തെ കൺസോൾട്ടേഷൻ ശേഷം അക്യുറ്റാസ് സെപ്റ്റംബർ 2024 ബ്രേക്ക്ഔട്ട് നൽകി. അതിനുശേഷം സെയിം പാറ്റേൺ, അതായത് കൺസോൾട്ടേഷൻ, ബ്രേക്ക്ഔട്ട്, റാലി, ഇത് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ ഒരു ട്രെൻഡ് റൈഡ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് എല്ലാ ബ്രേക്ക്ഔട്ടിലും അവർ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. പക്ഷേ നിങ്ങളോട് ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ബ്രേക്ക്ഔട്ടിലും പ്രൈസ് മൂവ്മെന്റ് സ്റ്റീപ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോവർ കീ ലെവലിൽ സപ്പോർട്ട് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യാം. പക്ഷേ അത് ബ്രേക്ക് ചെയ്താൽ ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവാം. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്സൈഡിന്റെ ഒപ്പം ഡൗൺ സൈഡ് റിസ്ക്കും ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് മോഡൽ നമുക്ക് മനസ്സിലാക്കാം. അക്യുറ്റാസ് എന്നത് ഫാർമ ഇൻഡസ്ട്രിയിൽ ഒരു ബിഹൈൻഡ് ദ സീൻ ബിസിനസ് ആണ്. അപ്പൊ ഫൈനൽ മെഡിസിൻ ഉണ്ടാക്കും മുമ്പ് ബേസിക് കെമിക്കൽ ബിൽഡിംഗ് ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇതിനാണ് KSMS, അതായത് കീ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ്, അതിൽ ഇന്റർമീഡിയറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നാണ് APIs, അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാണ് മെഡിസിന്റെ മെയിൻ ആക്റ്റീവ് പാർട്ട്. നമ്മൾ ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഇതുപോലെ ആയിരിക്കും. കെമിക്കൽ സപ്ലൈസിന്റെ അടുത്തുനിന്ന് റോ മെറ്റീരിയൽസ് വരും. അക്യുറ്റാസ് ഇതിനെ ഹൈ പ്യൂരിറ്റി ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഫാർമ കമ്പനികൾ ഈ ഒരു ഇന്റർമീഡിയറ്റ്സ് യൂസ് ചെയ്ത് APIs ഉണ്ടാക്കും. അപ്പൊ ഈ ഒരു APIs മെഡിസിൻസിൽ ഉപയോഗിക്കും. അപ്പൊ ഇതാണ് കമ്പനിയുടെ ഫാർമ ഇന്റർമീഡിയറി സെഗ്മെന്റ് വരുന്നത്. അപ്പൊ ഇതാണ് അവരുടെ മെയിൻ ബിസിനസ്. അപ്പൊ ഇത് കൂടാതെ കമ്പനി സ്പെഷ്യാലിറ്റി കെമിക്കൽ സെഗ്മെന്റിലും ആക്റ്റീവ് ആണ്. ഇപ്പം നമ്മൾ റവന്യൂ മിക്സ് നോക്കുകയാണെങ്കിൽ ഫാർമ ഇന്റർമീഡിയറ്റ്സ് 85% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് 15%. ഇപ്പം കമ്പനി സെമി കണ്ടക്ടർ കെമിക്കൽസ്, അതൊരു ബാറ്ററി കെമിക്കൽ പോലത്തെ ഹൈ ഗ്രോത്ത് സെക്ടേഴ്സിലേക്കും കൂടി കയറുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഒരു ഗ്ലോബൽ കമ്പനിയാണ്. ഇപ്പൊ ടോട്ടൽ സെയിൽസിന്റെ 74% 55-ലധികം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് CAGR 33% ആയിരുന്നു, അതിൽ പ്രോഫിറ്റ് CAGR 41% ആയിരുന്നു ഇവിടെ. ഇനി നമുക്ക് ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട്സ് നമുക്ക് നോക്കാം. ഇപ്പൊ Q3 FY26 സെയിൽസ് ഇയർ ഓവർ ഇയർ 43% വളർന്ന് 393 കോടിയായി. അപ്പൊ ഇതിന് മെയിൻ ഫാക്ടർ ആയത് CDMO, അതുപോലെ മെയിൻ ഫാർമ ഇന്റർമീഡിയറ്റ്സ് 47% ഗ്രോത്ത് ആണ്. ഇപ്പൊ EBITDA ഇയർ ഓവർ ഇയർ 119% കൂടി 151 കോടിയായി. അതുപോലെ മാർജിൻ 25% 38% ഇംപ്രൂവ് ആയി. അപ്പൊ ഇതിന്റെ മെയിൻ റീസൺ വരുന്നത് സോളാർ പവർ പ്ലാന്റ് ആണ്. അപ്പൊ ഇത് എനർജി കോസ്റ്റും ഓവറോൾ എക്സ്പെൻസും കുറച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ ഹ്യൂമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് 325 കോടിയായിരുന്നു. അതിൽ ഈ ഒരു സെയിം പീരീഡിലെ നെറ്റ് പ്രോഫിറ്റ് 418 കോടിയായിരുന്നു. അപ്പൊ ഈ ഒരു ബേസിസിൽ CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഏകദേശം 78% വരെ വന്നു. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പൊ അടുത്ത 3 വർഷത്തേക്ക് കമ്പനിയുടെ ഗൈഡൻസ് ഇതാണ്. അതായത് 2029 ഫൈനാൻഷ്യൽ വരെ അവരുടെ റവന്യൂ കൺസിസ്റ്റന്റ്ലി 25%-ലധികം ഇവിടെ വളരും. അതുപോലെ ഈ ഒരു വർഷം, അതായത് 2026 ഫൈനാൻഷ്യലിൽ അവരുടെ ഗ്രോത്ത് ഗൈഡൻസ് വന്നേക്കുന്നത് 30%-ലധികം കൂട്ടാനാണ്. അപ്പം ഇതൊരു സ്ട്രോങ് ഗൈഡൻസ് ആണ്. പക്ഷേ ഇൻവെസ്റ്റർ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പെർഫോമൻസ് ഇവിടെ അനലൈസ് ചെയ്യേണ്ടതും മോണിറ്റർ ചെയ്യേണ്ടതും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് വെച്ചിട്ട് P വാല്യൂഷൻ അനാലിസിസ് ഒന്ന് നമുക്ക് ചെയ്യാം. ഇപ്പൊ 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ സെയിൽസ് 1007 കോടിയായിരുന്നു. ഇപ്പൊ മാനേജ്മെന്റ് ഗൈഡൻസ് പ്രകാരം 2026 ഫൈനാൻഷ്യലിൽ 30% ഗ്രോത്ത് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് റവന്യൂന്റെ ഏകദേശം 1300 കോടി ഇവിടെ എത്തിക്കും. ഇനി അടുത്ത 3 വർഷത്തേക്ക് 25% CAGR മെയിൻറ്റെയിൻ ചെയ്താൽ 2029 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും റവന്യൂ 2500 മുതൽ 2600 കോടി വരെ എത്താം. അതായത് 2025 ഫൈനാൻഷ്യലിന് ഏകദേശം 2.5 ഇരട്ടി ഗ്രോത്ത്. അപ്പൊ മാർജിനിൽ ഒരു ക്ലിയർ ഗൈഡൻസ് ഇതുവരെ ഇല്ല. Q3 FY26 കോൺഫറൻസ് കോളിൽ മാനേജ്മെന്റ് പറഞ്ഞ് ക്ലാരിറ്റി 2027 ഫൈനാൻഷ്യലിൽ വരുമെന്നാണ്. സോ ഇവിടുത്തെ ഒരു കൺസർവേറ്റീവ് അസംഷൻ ഇതാണ്, മാർജിൻ ഒരു ഹിസ്റ്റോറിക്കൽ റേഞ്ചിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം 2.5 ഇരട്ടി ആയിരിക്കും നമുക്ക് ഇവിടെ അസ്യൂം ചെയ്യാം. അപ്പൊ സെയിൽസ് പോലെ തന്നെ. ഇനി നമുക്ക് വാല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പൊ കമ്പനിയുടെ കറന്റ് P 66x ആണ്. ഇപ്പം നമ്മൾ 2029 ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് വെച്ചിട്ട് ഫോർവേഡ് P ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 19,000 കോടി മാർക്കറ്റ് ക്യാപ് ഡിവൈഡഡ് ബൈ 400 കോടി നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 47.5x P ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇന്ന് ഇൻവെസ്റ്റേഴ്സ് ഫ്യൂച്ചർ ഏർണിംഗ്സിന്റെ ആയിട്ട് 47.5x P പേ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണെന്നാണ്. അതുപോലെ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്, ഈവൻ ഈ ഒരു ഗ്രോത്ത് നേടിയാൽ പോലും 2029 ഫൈനാൻഷ്യൽ കഴിഞ്ഞിട്ടും 20%-ലധികം ഗ്രോത്ത് നേടിയാൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയൊരു P ഇവിടെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഗ്രോത്തിനായിട്ട് അക്യുറ്റാസ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കമ്പനി സൗത്ത് കൊറിയൻ കമ്പനിക്കൊപ്പം ഒരു ജോയിന്റ് വെഞ്ചർ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അഡ്വാൻസ് സെമി കണ്ടക്ടർ കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യും. 2026 അവസാനത്തോടെ പ്ലാന്റ് ഇവിടെ റെഡിയാവും. ഇനി നമുക്ക് ഇവിടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. ഇപ്പൊ ടോട്ടൽ കോസ്റ്റിന്റെ 72% റോ മെറ്റീരിയൽസ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ റോ മെറ്റീരിയൽ പ്രൈസ് അതിൽ ഫോറക്സ് മൂവ്മെന്റ് ഡയറക്ട്ലി മാർജിൻ ഇവിടെ ബാധിക്കാം. അപ്പൊ ഇവിടെ ഒരു കാര്യം കുറച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ഫ്യൂച്ചറിൽ 25% സെയിൽസ് CAGR ഗൈഡ് ചെയ്യുന്നുണ്ട്.
വേറൊരു സൈഡിൽ പ്രൊമോട്ടേഴ്സ് ജൂൺ 2025 ഏകദേശം 3% സ്റ്റേക്ക് ഇവിടെ വിറ്റിട്ടുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി വന്ന് MCS മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. അപ്പൊ 2024 തൊട്ട് സ്റ്റോക്ക് അപ് ട്രെൻഡിലായിരുന്നു. ആദ്യം പ്രൈസ് ഒരു റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്തു, അതിനുശേഷം ബ്രേക്ക്ഔട്ട് നൽകി, പിന്നെ ഒരു സ്ട്രോങ് റാലി. ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് അവരുടെ പുതിയ റേഞ്ചിന്റെ അപ്പർ എൻഡിലാണ് ട്രേഡ് ചെയ്തത്. അപ്പൊ ഇവിടെ ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഡൗൺ സൈഡിൽ 2068 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇൻവാലിഡ് ആവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ട്രെയിൽ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് MCSന്റെ ബിസിനസ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ ഇത് ഇന്ത്യയിലെ ലീഡിംഗ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. അതുപോലെ ഗ്ലോബലി കമ്മോഡിറ്റി ഓപ്ഷൻ ട്രേഡിംഗിൽ ടോപ്പ് പ്ലേയേഴ്സിൽ ഒരാൾ കൂടിയാണ് ഇവര്. ഒരു മോണോപോളി പോലെ തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം കമ്പനി എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ അടുത്ത മാസം ഇപ്പൊ ഒരു ജ്വല്ലറി ഉടമയ്ക്ക് ഗോൾഡ് വാങ്ങണമെന്ന് വിചാരിക്കുക. പക്ഷെ പൈസ കൂടുമെന്ന് അദ്ദേഹത്തിന് ഒരു പേടി. സോ അദ്ദേഹം MCSൽ വന്നിട്ട് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് വാങ്ങും. അതിൽ എപ്പോഴൊക്കെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആകുന്നോ അപ്പൊ MCSന് ഓരോ ട്രാൻസാക്ഷനും ഇവിടെ ഒരു ഫീ ചാർജ് ചെയ്യും. സോ ഇതാണ് മെയിൻ ഏർണിംഗ് എഞ്ചിൻ ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഏകദേശം 95% റവന്യൂ ട്രേഡിംഗ് ഫീസിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏകദേശം 80% ഗോൾഡ് അതുപോലെ സിൽവർ നിന്ന് മാത്രമാണ് വരുന്നത്. ഇവിടെ കഴിഞ്ഞ 5 വർഷത്തിൽ MCS സ്ട്രോങ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സെയിൽസ് 23% CAGR വളർന്നിട്ടുണ്ട്, അതുപോലെ പ്രോഫിറ്റ് 25% CAGR. എന്നാൽ മാർജിൻ ഇതിന്റെ ഇടയ്ക്ക് പ്രഷർ ഫേസ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് 2023 അതുപോലെ 24 ഇടയ്ക്ക്. അപ്പൊ ഇതിന്റെ റീസൺ സിമ്പിൾ ആണ്, പ്ലാറ്റ്ഫോം ട്രാൻസിഷൻ, ഹൈടെക് കോസ്റ്റ്, അതുപോലെ അഡീഷണൽ ചാർജസ് കാരണം. ഇപ്പൊ 2023 ഒക്ടോബറിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ത്രൂ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തപ്പോൾ കോസ്റ്റ് കുറഞ്ഞു, അതിൽ മാർജിൻ നല്ലപോലെ കൂടി. ഇനി വേറൊരു പോസിറ്റീവ് ട്രെൻഡ്, അതർ ഇൻകത്തിനേക്കാളും ഇപ്പം പ്രോഫിറ്റ് മെയിൻ ഓപ്പറേഷനിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഡിസംബർ 2025 നമ്പർ നോക്കിയാൽ MCS സെയിൽസ് 121% കൂടി 666 കോടിയായി. എങ്ങനെയാണ് ഇത്രയധികം ഗ്രോത്ത് ഇവിടെ സംഭവിച്ചത്? റീസൺ സിമ്പിൾ ആണ്, ഇത്രയധികം കയറിയത് ഗോൾഡ് അതിൽ സിൽവർ പ്രൈസ് കൂടിയതുകൊണ്ടും അതുപോലെ ഹൈ മാർക്കറ്റ് വോളറ്റിലിറ്റി കാരണം ട്രേഡിംഗ് ആക്ടിവിറ്റി കൂടിയതുകൊണ്ടുമാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് രണ്ടിലും 200%-ലധികം വോളിയം ഗ്രോത്ത് ഇവിടെ കണ്ടു. അതിൽ ഫ്യൂച്ചേഴ്സിൽ മാത്രം ഗോൾഡ് അതിൽ സിൽവർ ഓൾമോസ്റ്റ് 80% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് എക്സ്പെൻസ് നമ്മളോട് നോക്കുകയാണെങ്കിൽ 59% മാത്രമേ കൂടിയിട്ടുള്ളൂ. ഡയറക്ട് ബെനിഫിറ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജിലും ഇവിടെ വിസിബിൾ ആയിരുന്നു. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 156% കൂടി, അതിൽ മാർജിൻ 1000 ബേസിസ് പോയിന്റ് എക്സ്പാൻഡ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 151% കൂടി 401 കോടിയായി. പക്ഷെ നമ്മളിവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഈ ലെവലിലുള്ള ഗ്രോത്ത് പെർമനന്റ് ആയിട്ട് ഇത്രയും ഹൈയിൽ ഇവിടെ നിൽക്കില്ല. മാനേജ്മെന്റ് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ബിസിനസിന്റെ ബേസ് ഇവിടെ ഇംപ്രൂവ് ആയിട്ടുണ്ട്, പക്ഷെ വോളറ്റിലിറ്റി നോർമലായ ഗ്രോത്ത് കുറച്ചുകൂടി സ്റ്റഡി ആയി മാറും എന്നുള്ള കാര്യം. എന്നാൽ ഇവിടെ MCSന്റെ ഗ്രോത്തിന് ഇവിടെ സ്കോപ്പ് ഉണ്ട്, കാരണം മാർക്കറ്റ് ഫുള്ളി മെച്യൂർ ആയിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ 2025 ഫൈനാൻഷ്യല് ഹെഡ്ജസ് 1% മാത്രമായിരുന്നു, FPS 2%, അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കുറച്ച് മാത്രം. ഇപ്പൊ 2024 ഫൈനാൻഷ്യല് FPI ടേൺ ഓവർ 1925 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യല് 11,569 കോടിയായിട്ട് കൂടി. ഇൻഫ്രാസ്ട്രക്ചർ സൈഡിലും സ്ട്രോങ് ടാർഗറ്റ് ഉണ്ട്. നിലവിലെ ടേൺ ഓവർ 7.5 ലക്ഷം കോടിയാണ്. എന്നാൽ പ്ലാറ്റ്ഫോമിന് 3 മുതൽ 4 ഇരട്ടി കപ്പാസിറ്റി ഓൾറെഡി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയും. അതിൽ ലോങ് ടേമിൽ ടാർഗറ്റ് 10 ഇരട്ടിയാണ്, അതായത് പെർ ഡേ 75 ലക്ഷം കോടി വരെ. ഇനി ഇവിടെ വരുന്ന ഒരു ചോദ്യം ഇതാണ്, എത്ര റിയൽ ക്യാഷ് MCSന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? അപ്പൊ കമ്പനി ഡെറ്റ് ഫ്രീ ആണ്, പക്ഷെ മെമ്പറിന്റെ ട്രേഡിംഗ് മാർജിനും അഡ്വാൻസസും ബാലൻസ് ഷീറ്റിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൂടെ കൂട്ടിയ ടോട്ടൽ ലയബിലിറ്റീസിന്റെ ഏകദേശം 50% ഉണ്ട്. അപ്പൊ ഇത് കാരണം വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇമ്പാക്ട് കുറച്ചുകൂടെ കൂടുതലാണ്. അതിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് കുറച്ച് ഇൻഫ്ലേറ്റഡ് ആയിട്ട് നമുക്കിവിടെ കാണാം. അപ്പൊ CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 1ന്റെ മുകളിലാണ്, അത് ഇവിടെ പോസിറ്റീവ് ആണ്. എന്നാൽ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മൂവ്മെന്റ് ഇവിടെ നമ്മൾ ക്ലോസ്ലി ട്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ് വരുന്നുണ്ട്, പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പാക്ട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ റിയൽ ക്യാഷ് ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഇവിടെ നോക്കിയാൽ MCSന് കുറച്ച് ക്ലിയർ റിസ്ക് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ റിസ്ക് കോൺസെൻട്രേഷൻ ആണ്. ഇപ്പൊ Q3 FY26 ബുള്ളിൻ സെഗ്മെന്റ് മാത്രം ടോട്ടൽ ട്രേഡിംഗിന്റെ 69% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗോൾഡും സിൽവറും ഒന്നിച്ച് ഫ്യൂച്ചർ ടേൺ ഓവറിന്റെ 78% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ബുള്ളിൻ ട്രേഡിംഗ് കുറച്ച് കൂൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി ഓവറോൾ വോളിയത്തിന് അത് ഇവിടെ ബാധിക്കാം. ഇപ്പൊ പോളിസി റിസ്ക്കും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ റെഗുലേറ്റർ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് ഇവിടെ സസ്പെൻഡ് ചെയ്താൽ റവന്യൂവിനെ അത് പെട്ടെന്ന് തന്നെ ഇവിടെ ബാധിക്കാം. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രൂഡ് പാം ഓയിൽ ഫ്യൂച്ചർ ബാൻ ചെയ്താൽ കൊണ്ട് മാത്രം 2026 മാർച്ച് വരെ ഏകദേശം 380 കോടി ഡെയിലി ടേൺ ഓവർ ലോസ് ഉണ്ടായി. ഇപ്പൊ വാല്യുവേഷൻ ഇവിടെ സ്ട്രെച്ച് ആയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റോക്ക് 67x/P-ലാണ് ട്രേഡ് ചെയ്യുന്നത്, അതേസമയത്ത് ഗ്രോത്ത് 50% പ്ലസിലാണ്. പക്ഷേ ഇത് കൂടുതലും ബുള്ളിയൻ ആക്ടിവിറ്റിയിൽ നിന്നാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കണമെന്നില്ല. സോ ഇപ്പൊ മാർക്കറ്റ് വീക്ക് ആണെങ്കിലും നിലവിൽ ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ്, അക്വിറ്റാസ് കെമിക്കൽസ്, അതിൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അവരുടെ ഓൺ സ്ട്രെങ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഓർക്കുക, സ്റ്റോക്ക് പ്രൈസ് മാത്രമല്ല ബിസിനസ് ക്വാളിറ്റി, ഗ്രോത്ത്, വാല്യുവേഷൻ എല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് തോന്നിയത്, അത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്.
അതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.